അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ല അടിപൊളി സോപ്പാണ്. എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാട്ടോ. ഫസ്റ്റ് നമുക്ക് ചെമ്പരത്തിപ്പൂവിനെ പറ്റിയിട്ട് കുറച്ച് അറിയാമല്ലേ. സ്കിന്ന് ഗ്ലോ ആവാനും സ്കിന്ന് സ്മൂത്ത് ആവാനും നല്ല സോഫ്റ്റ് ആയി മാറാനൊക്കെ സ്കിന്നിന് നല്ല ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ മൊത്തം ഗുണമുള്ളതാണ്. തലമുടിക്കായാലും സ്കിന്നിനായാലും പിന്നെ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾക്കായാലും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നീർക്കെട്ടിനും വെയിറ്റ് ലോസിനും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഔഷധ ഗുണങ്ങളുള്ള ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്കിൻ കെയറിന് പറ്റിയ അടിപൊളി സോപ്പാണ് കേട്ടോ. അത് നമുക്ക് തലയിലും മേലൊക്കെ യൂസ് ചെയ്യുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ. അപ്പം ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ എടുത്ത് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കണമെന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഇതുപോലൊക്കെ റിസ്ക് എടുത്ത് നമ്മൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തണലത്തിട്ട് വേണം നമ്മൾ ഉണക്കാൻ. 4-5 ദിവസം തണലത്തിട്ട് ഉണക്കി പൊടിച്ച നമ്മൾ പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഫ്രഷ് ചെമ്പരത്തിനെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുമെങ്കിലും കൂടി നമ്മളുടെ വിശ്വസ്തതയിൽ നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതിന് ഒന്നും കൂടി ഗുണം കൂടും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 ടീസ്പൂൺ അലോവേര ജെല്ലിലേക്ക് 1 ഫുൾ ടീസ്പൂണ് ചെമ്പരത്തി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൗഡർ ആയത് കാരണം അത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് നല്ലോണം ഉണങ്ങി പൊടിഞ്ഞതായത് കാരണം എന്താ പറയുക കൂടുതലുണ്ടാവും ക്വാണ്ടിറ്റി കുതിർന്ന് ഇങ്ങനെ ആയി വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് എല്ലായിടത്തും പൊടി മാത്രമായിട്ട് അങ്ങനെ കിടക്കരുത് കേട്ടോ. അപ്പോൾ ഈ അലോവേരയുടെ ജെല്ലിലേക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണുള്ളൂ. ഇതുപോലെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പിൻ്റെ നല്ല രീതിയിൽ ഉണ്ടാക്കണമെന്ന് അറിയാനും പിന്നെ നിങ്ങൾക്ക് പഠിക്കാനും കൂടി മെയിനായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഇതുപോലെ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് വെച്ചെങ്കിൽ നല്ല വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാമെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നതും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പൗഡറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ സോപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. 1 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാതും കൂടി ചെമ്പരത്തിപ്പൂവിൻ്റെ മിക്സും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അടുത്തത് ഞാൻ സ്മെല്ലിന് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. റോസിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. എസെൻഷ്യൽ ഓയിൽ സ്മെല്ലിന് മാത്രമല്ല സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ എസെൻഷ്യൽ ഓയിൽ. അത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 ഡ്രോപ്പ് ഒറ്റിച്ചിട്ടുണ്ടാവും. ഇത് സ്മെല്ലും കുറവ് തന്നെയാണ്. എസെൻഷ്യൽ ഓയിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് 1/2 kg സോപ്പ് ബേസിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അത്യാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായി മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തതിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോണത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്ന കാര്യങ്ങൾക്കൊന്നും പിഷ്കത്തരം കാണിക്കാണ്ട് നല്ല അത്യാവശ്യം ചേർക്കേണ്ട രീതിയിൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ സോപ്പിന് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം നമ്മൾ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കിലോ സോപ്പ് ബേസിലേക്ക് ഞാൻ 5 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാതും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ 1/2 കിലോ സോപ്പ് ബേസ് ഞാനിവിടെ ഡബിൾ ബോയ് മെത്തേഡിലാണ് ഇവിടെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കണത്. അപ്പോൾ വെച്ചിട്ടുണ്ട് നല്ലോണം കട്ടൊന്നും ഇല്ലയെന്ന് ആയതിന് ശേഷം ഞങ്ങൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ. അങ്ങനെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല മിക്സ് ആക്കിയതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പതുപോലെ നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ സ്പൂണിൻ്റെ ബാക്ക് കൊണ്ടോ എങ്ങനെയെങ്കിലും നീക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ റബ്ബിങ് ആൽക്കഹോളൊക്കെ സ്പ്രേ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അത് കറക്റ്റായിട്ട് ഓർഗാനിക് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ നീക്കിയിട്ട് കൊടുത്താൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരുപാട് സോപ്പുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ഹോം മെയ്ഡായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാളെ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സോപ്പുകളാണ്. ചാർക്കോൾ, പപ്പായ, നാൽപ്പാമരാതി, പിന്നെ ആയുർവേദ സോപ്പ് ഒരുപാട് നമ്മളെ വീഡിയോസും നമ്മൾ കുറച്ച് അത്യാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാനും നല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരും ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നല്ല അടിപൊളി സ്കിൻ കെയർ സോപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സോപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സോപ്പ് തന്നെ കിട്ടും. അപ്പോൾ അതുപോലെ താല്പര്യമുള്ളവർ ഉണ്ടാക്കി നോക്കുക. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ കേട്ടോ. പിന്നെ നമ്മുടെ ചാനലേ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കും. പിന്നെ ഞങ്ങളെ കട്ട സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും. അസ്സലാമു അലൈക്കും.